ഈ ഐക്യത്തെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒരുപാട് പ്രതികരണങ്ങൾ. അത് ഈ സന്ധ്യക്ക് കുറേ ആളുകൾ കയറിയിരുന്ന് നിരപ്പുന്നുണ്ട് ഓരോ വിഷയത്തിൽ. അതവർ ചെയ്തോട്ടെ, അവരെന്നാ വേണേൽ പറഞ്ഞോട്ടെ. ഞാനതിനൊന്നും മറുപടി ഒന്നും പറയാൻ പോകുന്നു. വൈകിട്ടാകുമ്പോൾ കുളിച്ച് വോട്ടറുമൊക്കെ ഇട്ട് വന്നിരുന്ന് ആരെങ്കിലുമൊക്കെ തോന്നിയതൊക്കെ വിളിച്ചു പറയുക. കുറേ യോഗ്യന്മാർ, അതിന് ഞങ്ങൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞങ്ങളെ പുച്ഛിച്ച് തള്ളുക. സാർ, ഈ വർഗീയത എതിർക്കുന്നത് ഒരു സെലക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടോ? ചിലർ പറയുന്നതിനെ എതിർക്കുകയും ചിലർ പറയുന്നതിനെ. വർഗീയതയൊന്നും അല്ലെന്ന്. ഇവിടെ ഇലക്ഷൻ്റെ പ്രശ്നമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇലക്ഷൻ ഒരു പ്രശ്നമാണ്. ഞങ്ങൾ സമദൂരത്തിലാണ്. ഞങ്ങളുടെ ആളുകൾ ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്തവർ. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അടിസ്ഥാന മൂല്യങ്ങൾ, NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം വരാത്തവണ്ണം SNDPയും NSSുമായി യോജിച്ചു പോകും എന്നാണ് ഞാൻ പറഞ്ഞത്. വർഗീയത പറയുന്നത് അത് വിമർശിക്കുന്നതല്ല, ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട വെച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ്. അത് ഈ ഉണ്ടായിരിക്കുന്ന മുഴുവൻ അതല്ലേ. ഇത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതങ്ങ് മാറുമല്ലോ. പക്ഷെ ഐക്യം മാറുകയല്ല, ഒരു സംശയമില്ല. രാഷ്ട്രീയ കാര്യത്തിൽ അതാ ഞാൻ പറയാം. ഈ NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന് പറഞ്ഞില്ല, അത് സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ എടുക്കും. ഐക്യം ആവുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് ഈ സമദൂരം. അത് വിട്ടുള്ള ഏർപ്പെടുന്നില്ല. അതിപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അറിയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ വേർഷനാണ് പറഞ്ഞത്.